ഷാജഹാൻ, ഈ CPM പൊക്കിക്കൊണ്ട് നടക്കുന്ന ധനരാജ് വിശുദ്ധനൊന്നുമല്ല. ധനരാജ് കാപ്പ കേസുകളിൽ പ്രതിയായിരുന്നു. മാത്രമല്ല, രാഷ്ട്രീയ പ്രതിയോഗികളെല്ലാവരെയും കൈകാര്യം ചെയ്ത കേസുകളിലും പ്രതിയാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. ഈ ധനരാജാണ് അവിടുത്തെ ഈ ചെങ്കൽ ക്വാറികളെ കൈകാര്യം ചെയ്തിരുന്നത്. അതായിരുന്നു ധനരാജിൻ്റെ ശക്തി. അപ്പോൾ ഇതിനെ ചൊല്ലി പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പാർട്ടി ഓഫീസിൽ, ഏരിയ കമ്മിറ്റി ഓഫീസിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, TA മധുസൂദനനും അതുപോലെ ധനരാജും തമ്മിൽ പരസ്പരം വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ധനരാജ് വധക്കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഭാഗം ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത്, അതായത് ഈ ധനരാജിനെ കൊലപ്പെടുത്തിയതിൽ പാർട്ടിയിലുള്ള ചിലർക്ക് പോലും പങ്കുണ്ട് എന്ന രീതിയിലാണ് വാദം ഉയർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ രക്തസാക്ഷികൾ കൂടുതൽ ഉണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്ന ഒരു പാർട്ടി, അങ്ങനെയായ എളുപ്പമാണല്ലോ. എന്തായാലും ഒരു മിനിമം ഒരു കോടിയെങ്കിലും പിരിഞ്ഞു കിട്ടുമല്ലോ എവിടെയാണെങ്കിലും, അല്ലേ? ഇപ്പോൾ ധനരാജിൻ്റെ കേസിലും ധനരാജിന് വേണ്ടി സ്വരൂപിച്ചത് 1 കോടിയാണെന്ന് പാർട്ടി കണക്ക് പറയുന്നു. പക്ഷേ പാർട്ടി അണികൾ പറയുന്നത് ഏകദേശം അതിൽ ഇരട്ടി പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി തന്നെ മുൻകൈ എടുത്ത് പാർട്ടിക്ക് വേണ്ടി കൊല നടത്തിയ, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കൊള്ളിവെപ്പ് നടത്തിയ ഒരാളെ തന്നെ ഉന്മൂലനം ചെയ്യുന്നു. അതിനുശേഷം രക്തസാക്ഷി എന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ പണം പിരിക്കുന്നു. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കുമോ? എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഇത്രയും വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പം ഉടുതുണി ഇല്ലാതെ നിൽക്കുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ CPM-ഉം, അല്ലേ? അതുകൊണ്ടാണ് ആ രോഷത്തിൻ്റെ പുറത്താണല്ലോ ഇന്ന് പ്രകടനം നടത്തിയ BJP പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ ആക്രമിച്ചത്. അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതെന്തെങ്കിലും തിരുത്തൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. കണ്ണൂരിലത്തെ പാർട്ടി ഈ പറഞ്ഞ പോലെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ, ഈ കരിങ്കൽ ക്വാറികളുടെ, റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരുടെ, അവരുടെയൊക്കെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖരൻ മരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ. UDF സർക്കാർ ഇവിടെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് എന്നെ KK രമ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഷാജഹാനെതിരെ ഒരു വധശ്രമത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഷാജഹാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആലോചനകൾ നടത്തുന്നു. അപ്പോൾ അത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ ആ ചർച്ചയ്ക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച ഒരാളുടെ പേര് അന്ന് KK രമ എന്നോട് പറഞ്ഞു. ആ ആളുടെ പേരാണ് TI മധുസൂദനൻ. മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് ഏരിയ കമ്മിറ്റിയിൽ നടന്ന ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ഷാജഹാനെ വധിക്കണം. അപ്പോൾ വധിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ടിപ്പർ ഇടിച്ചു കൊല്ലണം എന്നാണ് അന്ന് ചർച്ച നടന്നത്. അപ്പോൾ ഞാനൊരു ചോദിച്ചാൽ, എന്താ രമേ എന്നെ ടിപ്പർ ഇടിച്ച് കൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഷാജഹാന് വാഹനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് റോഡിൽ കൂടെ ബസ്സിലൊക്കെ കയറി റോഡിൽ കൂടെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിപ്പർ ഇടിച്ചു കൊല്ലുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തുള്ള ഞാൻ റോഡിൽ കൂടെ നടക്കുന്ന ആളാണെന്ന് പയ്യന്നൂരിൽ വിവരം കിട്ടുകയാണ്. അന്ന് UDF സർക്കാരാണ് ഭരിക്കുന്നതെന്നും ഓർത്തോണം. അപ്പം ഞാനത് അത്ര വലിയ ഗൗരവത്തിൽ എടുത്തില്ല. അത് രമ കാര്യമില്ലെന്ന് പറഞ്ഞു. രമ ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഷാജഹാനെ ഇത് ചെറിയ സംഭവമല്ല, ഇങ്ങനെ നീക്കം വളരെ ഗൗരവതരമാണ്. എനിക്ക് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് ഈ വിവരം കിട്ടിയതെന്ന് പറഞ്ഞു. എനിക്കൊന്ന് ചിലപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ സഹോദരനായിരിക്കും ചിലപ്പം ആ വിവരം രമയ്ക്ക് കൊടുത്തത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം രമ അത് പറഞ്ഞപ്പോൾ എനിക്കത് ഗൗരവമായിട്ട് തോന്നി. അപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, രമേശ് ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രമേശ് ഇത്തിരി ഗൗരവം തോന്നി. രമേശ് ഇത്തിരി ഗൗരവം തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണൂരായതുകൊണ്ട് ഇതൊന്നും അസംഭാവ്യമല്ല
എന്ന് അറിയാം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് രമേശ് എന്ത് ചെയ്തു, ഒരു SP ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഏർപ്പാടാക്കി. ആ SP എൻ്റെ അടുത്തുനിന്ന് വന്ന് മൊഴിയെടുത്തു. SP അവിടെ കണ്ണൂർ ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇത് ശരിയാണ്, ഇങ്ങനൊരു വധശ്രമ സാധ്യത ഷാജഹാനെതിരെ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ തീരുമാനിച്ചു. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ തീരുമാനിച്ചു കഴിഞ്ഞ് രമേശനെ വിളിച്ചു, ഷാജഹാനെ പോലീസ് പ്രൊട്ടക്ഷൻ തരാം. പക്ഷേ പോലീസ് പ്രൊട്ടക്ഷൻ തരുമ്പോൾ പിന്നെ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഷാജഹാൻ, ഈ വരുന്ന പോലീസുകാരൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഷാജഹാൻ വഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ജോലിയുണ്ട്, ആ ജോലിയായി ബന്ധപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി എനിക്ക് എന്നെ സംരക്ഷിക്കാൻ വരുന്ന പോലീസുകാരുടെ ചിലവും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെനിക്ക് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ തന്നാൽ കൊള്ളാം. ഈ പോലീസ് പ്രൊട്ടക്ഷൻ നിങ്ങൾ തരാതെ വരുമ്പോൾ ഞാൻ വല്ലതും ബാധിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ പണി അതുകൊണ്ട് പോകും എന്ന് പറഞ്ഞതിനെ തുറന്ന് അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ അന്വേഷിച്ചിട്ട് ഒരു പ്രകാശൻ എന്ന് പറഞ്ഞൊരു പോലീസ്, അപ്പോൾ അന്ന് ഞാൻ ലോ കോളേജിൽ ഈവനിങ് കോഴ്സിൽ LLBയും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രകാശൻ എന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരനെ എനിക്ക് ഏർപ്പാടാക്കി തന്നു പ്രൊട്ടക്ഷനായിട്ട്. അപ്പോൾ ആ പോലീസുകാരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾക്കൊരു പ്രൈവറ്റ് കാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്നെ രാവിലെ വരും, എന്നെ ആ കാറിൽ ഓഫീസിൽ കൊണ്ടുപോകും, അവിടെ പുറത്തിരിക്കും. വൈകിട്ട് അയാൾ പിന്നെ ലോ കോളേജിൽ എന്നെ കൊണ്ടുപോകും, ഞാൻ ക്ലാസ്സിലിരിക്കും, അയാൾ പുറത്ത് ഇരിക്കും, അത് കഴിഞ്ഞിട്ട് അയാൾ പോകും. അപ്പോൾ അങ്ങനെ ഒരു 1-2 വർഷക്കാലം അയാൾ എൻ്റെ പിന്നെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ എല്ലാ മാസത്തെയും ഈ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് ഞാനാണ്. കാരണം അത് എഴുതി കൊടുത്താലേ അയാൾക്ക് ശമ്പളം കിട്ടുള്ളൂ. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 2016 ഇലക്ഷൻ റിസൾട്ട് വന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്നുള്ള വാർത്ത പുറത്തു വന്നു. ആ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് പിന്നീട് ആ പ്രകാശൻ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്ന പോലീസുകാരനെ പിന്നെ ഞാൻ ആട് കിടന്നിടത്ത് പൂട പോലും പിന്നെ ഇല്ലായിരുന്നു. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്ന് അറിഞ്ഞതോടുകൂടി എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്ന ആ പോലീസുകാരൻ അയാൾ ഓടി രക്ഷപ്പെട്ടു. അയാൾ പിന്നീട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അറ്റൻഡൻസ് എന്ന് കുറിച്ചെടുക്കാൻ പോലും അയാൾ വന്നിട്ടില്ല. ഇപ്പം ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ പിന്നെ വഞ്ചിയൂർ കോടതി ചെല്ലുമ്പോഴത്തേക്കും പാവപ്പെട്ടവൻ അവിടെ പോലീസ് ഡ്യൂട്ടി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ TI മധുസൂദനൻ എന്ന് പറഞ്ഞയാൾ 2013-ലോ 2014-ലോ ഈ തിരുവനന്തപുരത്ത് കിടക്കുന്ന എന്നെ എങ്ങനെ വധിക്കണം എന്ന് പോലുമുള്ള ആലോചനയിൽ സജീവമായി പങ്കെടുത്ത ഒരാളാണ്. മനസ്സിലായില്ലേ? അത് എത്ര വർഷം മുമ്പാണെന്ന് ആലോചിച്ച് നോക്ക്. 2014 കഴിഞ്ഞ് 2024 12 വർഷം മുമ്പ്. അപ്പോൾ 12 വർഷം മുമ്പ് തന്നെ എന്നെ തീർക്കാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് TI മധുസൂദനൻ എന്ന് പറയുമ്പോൾ ആ 12 വർഷങ്ങൾ കൊണ്ട് അയാൾ എത്ര ഡെവലപ്പ് ചെയ്ത് കാണും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സംശയവും ഇല്ല, പ്രതിഭാഗം ബാധിക്കുന്നത് പോലെ ഈ ധനരാജല്ലേ, ധനരാജിനെയൊക്കെ തീർത്തതിലേക്കൊക്കെ പങ്കുണ്ടാകുമെന്നാണ് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ ധനരാജിൻ്റെ ഈ രക്തസാക്ഷി ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സജീവമായി സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണങ്ങളിൽ മുൻനിന്നിരുന്ന ഒരു തില്ലങ്കേരി, എന്താണ് എൻ്റെ പേര്, ഒരു ആകാശ് തില്ലങ്കേരി. ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ അയാൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരാൾ ഈ ധനരാജാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, കണ്ണൂരിലെ പാർട്ടി എന്ന് പറയുന്നത് അതിനൊരു ജില്ലാ സെക്രട്ടറി ആയിട്ട് MB ജയരാജനോ അല്ലെങ്കിൽ KK രാഗേഷ് പോലുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും കണ്ണൂരിലത്തെ പാർട്ടിയെ അടിമുടി നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഈ ക്വാറി മാഫിയയും ഈ കരിങ്കൽ മാഫിയയും ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരും ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് കണ്ണൂരിലത്തെ പാർട്ടി നേതൃത്വം, പാർട്ടി എന്നൊക്കെ പറയുന്നത് ഒരു പുറംപൂച്ചു മാത്രമാണ്. ആ പാർട്ടി അടിമുടി നിക്ഷിപ്ത താല്പര്യക്കാരൻ്റെയും ഗുണ്ടകളുടെയും മാഫിയകളുടെയും നിയന്ത്രണത്തിലാണ്. ആ മാഫിയകളുടെ ഒരു പ്രധാനപ്പെട്ട ഫിഗർ ഹെഡാണ് ഈ TI മധുസൂദനൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യെസ് യുവരാജ്, നമുക്ക് അവസാനിപ്പിക്കാം. നോക്കൂ, രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റുന്നവർ, അപ്പോൾ അവർക്ക് അയ്യപ്പൻ്റെ സ്വത്തുവകകൾ അടിച്ചു മാറ്റുന്നതിൽ അല്ലെ കൊള്ളയടിക്കുന്നതിൽ അവർക്ക് ഒരു ഉളുപ്പും ഇല്ല എന്ന് അവരുടെ ചെയ്തികളിലൂടെ തന്നെ സ്ഥാപിക്കുകയല്ലേ?
തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായി അവർ കാണുന്ന അവരുടെ രക്തസാക്ഷികളെയാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്തരം വൈകാരികമായിട്ടുള്ള ഒരു പ്രതീകം എന്ന് പറയുന്നത് ശബരിമലയിലെ അയ്യപ്പസ്വാമിയെ പോലുള്ള മൂർത്തികളാണ്. അപ്പോൾ സ്വന്തം ഇരിപ്പിടം തന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മടിയില്ലാത്തവരെന്തും ചെയ്യുന്നതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുകയുണ്ടായി. അതായത് സന്തോഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ പയ്യന്നൂരിൽ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി, ഇന്ന് നടന്നിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ വന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നടന്ന സാമ്പിൾ വെടിക്കെട്ടാണ്, പയ്യന്നൂരിലെ പാർട്ടി എന്താണ് എന്ന് കാണിക്കുന്നതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ്. MLA-ക്കെതിരെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ സ്വന്തം തടി കാക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അഡ്വക്കേറ്റ് സന്തോഷാണ് നമ്മുടെ BMS നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ, അതായത് അതെനിക്കറിയില്ല, അല്ല ഞാൻ പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാനിപ്പോൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ മൗലികമായിട്ടുള്ള അവകാശമാണ്. MLA എന്ന് പറയുന്നയാൾ ജനാധിപത്യപരമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സ്ഥാനത്തിരുത്തിയിരിക്കുന്നയാളാണ്. അങ്ങനെ ഒരാൾ ഒരു വ്യാജ റെസിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കള്ളപ്പിരിവ് നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളുണ്ടാകും. പ്രതിഷേധിക്കുന്നവർ തടി കാക്കേണ്ടി വരും, സ്വന്തം തടി സ്വയം കാക്കേണ്ടി വരും എന്നൊക്കെ ഒരു ഭീഷണി മുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്നൊന്നുമല്ല, അത് ഏതാണ്ട് കൊട്ടേഷൻ പാർട്ടി എന്നൊക്കെ തരത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഗുണ്ടായിസം അല്ല, ഗുണ്ടാരാജ് അല്ല, പിണറായി രാജ് അല്ല ഇവിടെ നിലനിൽക്കുന്നത്. ജനാധിപത്യമാണ്. ആ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നല്ലത്. യെസ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു രക്തസാക്ഷി ഉണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷം രൂപ ലാഭം. ഇതിലും വലിയ ലാഭം ഏത് ബിസിനസ് നടത്തിയാൽ കിട്ടും? ഉറച്ച കമ്മ്യൂണിസ്റ്റുകാർ, ഇപ്പോഴും കമ്മ്യൂണിസം നെഞ്ചിലേറ്റി നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുക പാർട്ടിയുടെ ഈ അവസ്ഥയെക്കുറിച്ച്.